ഹലോ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു രാജ്യം ഫാദർലാൻഡ് അല്ലെങ്കിൽ മദർലാൻഡ് എന്ന് എന്തുകൊണ്ടാണ് പറയണതെന്നാണ്. ഈയിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേലിൽ പോയപ്പോൾ അവിടെ നടത്തിയ ഒരു പ്രസംഗത്തിൽ ഇന്ത്യ മദർലാൻഡാണ്, ഇസ്രായേൽ ഫാദർലാൻഡാണ് എന്നുള്ളൊരു പ്രസംഗം നടത്തി. ഇത് വളരെയധികം കൺട്രവേഴ്ഷ്യലായി, അതുപോലെ തന്നെ വൈറലായി, സോഷ്യൽ മീഡിയയിലൊക്കെ പാറി പറന്ന് നടന്നു. അപ്പോൾ എന്താണ് ഒരു രാജ്യത്തിനെ മദർലാൻഡ് അല്ലെങ്കിൽ ഫാദർലാൻഡ് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു രാജ്യം മദർലാൻഡ് അല്ലെങ്കിൽ ഫാദർലാൻഡ് ആണെന്ന് പറയുന്നത് ആ രാജ്യത്തെ സംസ്കാരവും ചരിത്രവും ഭാഷയും മിലിറ്ററി നിയമം കോളനൈസേഷൻ ഇങ്ങനെ പല രീതിയിലുള്ള ഫാക്ടേഴ്സാണ് ആ രാജ്യത്തെ ഫാദർലാൻഡാണ് മദർലാൻഡാണെന്ന് തീരുമാനിക്കുന്നതിൻ്റെ പുറകിലുള്ളത്. ഇന്ത്യ എന്നുള്ള രാജ്യത്തിന് വളരെയധികം വ്യത്യസ്തമായ സംസ്കാരവും ഭാഷയും വസ്ത്രരീതികളും ജീവിത രീതികളും ഒക്കെയുള്ള വളരെയധികം ആളുകൾ ഒരുമിച്ച് കൂടി താമസിക്കുന്ന ഒരു ഹിസ്റ്ററിയാണ് നമുക്കുള്ളത്. എന്നാൽ ജന്മസ്ഥലം എന്നുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടറിൽ വെച്ചിട്ടാണ് മാതൃരാജ്യം എന്ന് പറയുന്നത്. എന്നാൽ യൂറോപ്പിലാണെങ്കിൽ മിക്കവാറും രാജ്യങ്ങൾ ഫാദർലാൻഡ് അഥവാ പിതൃരാജ്യം എന്നാണ് അറിയപ്പെടുന്നത്. ഉദാഹരണത്തിന് ജർമ്മൻ സ്പീക്കിംഗ് രാജ്യങ്ങൾ, ജർമ്മനി, സ്വിറ്റ്സർലൻഡ്, ഓസ്ട്രിയ, ഇതെല്ലാം ഫാദർലാൻഡാണ്. അപ്പോൾ ജർമ്മനിയിൽ ഉദാഹരണത്തിന് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഫാദറാണ് അവൻ്റെ എല്ലാ സംരക്ഷണവും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ നമ്മൾ പറയാം. അപ്പോൾ നമ്മുടെ കുട്ടിയാണെങ്കിലും ആ കുട്ടി രാജ്യത്തിൻ്റെ ഒരു സ്വത്താണ്. പിതൃരാജ്യത്തിന് അവിടെയുള്ള ആളുകളെ സംരക്ഷിക്കുന്നതിനുള്ള ചുമതലയും ആണ് ഇവരെ ഫാദർലാൻഡ് എന്ന് പറയുന്നതിന് കാരണം. സ്കൂളിൽ പോകുമ്പോൾ വിദ്യാഭ്യാസം ഫ്രീ ആണ്. അത് കഴിഞ്ഞിട്ട് കോളേജ്, യൂണിവേഴ്സിറ്റി ഫ്രീ ആണ്. പബ്ലിക് യൂണിവേഴ്സിറ്റി എല്ലാം ഫ്രീ ആണ് ഇവിടെ. അതുപോലെ ആ കുട്ടിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഓരോ മാസവും 259 യൂറോ കുട്ടികളുടെ അലവൻസായിട്ട് എല്ലാ കുട്ടികൾക്കും ജർമ്മനിയിൽ കൊടുക്കുന്നുണ്ട്. അത് സാമ്പത്തികമായിട്ട് മുന്നോക്കമുള്ള കുട്ടികളായാലും സാമ്പത്തികമായി അത്ര നല്ലതല്ലാത്ത ഫാമിലി ആയാലും ആ കുട്ടികൾക്ക് ഈ അലവൻസ് കിട്ടുന്നുണ്ട്. അതുപോലെ സിംഗിൾ പേരൻ്റ് ആണെങ്കിൽ, ഇപ്പോൾ കുട്ടിയുടെ അമ്മയ്ക്ക് ഇപ്പോൾ ജോലിയില്ല അല്ലെങ്കിൽ വരുമാനം കുറവാണെങ്കിൽ ഗവൺമെൻറ് അവരെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഫൈനാൻഷ്യൽ സപ്പോർട്ട് അവർക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള പ്രൊട്ടക്ഷനും അവർക്കുണ്ട്. അപ്പോൾ രാജ്യത്തിൻ്റെ നിയമവും മിലിറ്ററി അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭരണം ഏതൊരു പൗരനെയും അവർക്ക് കൊടുക്കുന്ന സംരക്ഷണവും നിയമപരമായിട്ടുള്ള അവരുടെ ആനുകൂല്യങ്ങളും എല്ലാം ഫാദർലാൻഡ് എന്നുള്ള പേര് വരുന്നതിന് കാരണം. അതുപോലെ തന്നെ ആ കുട്ടി 18 വയസ്സോ അല്ലെങ്കിൽ 25 വയസ്സോ ആയിട്ട് ജോലി ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിന് ടാക്സ് അടയ്ക്കണം. അപ്പോൾ ആ ടാക്സ് കൊണ്ടാണ് പിന്നെ ജോലി ചെയ്യാത്തവരെയും അല്ലെങ്കിൽ പിന്നെ ആ സമയത്തുണ്ടാകുന്ന കുട്ടികളെല്ലാം സംരക്ഷിക്കുന്നത് ആ ഒരു ഫണ്ടിൽ നിന്നാണ്. അതുപോലെ തന്നെ ഈ രാജ്യത്ത് ജനിച്ച എല്ലാ കുട്ടികളും, ആൺകുട്ടികൾ പ്രത്യേകിച്ച്, രാജ്യത്തിന് നിർബന്ധിത സേവനം ചെയ്യണം എന്നൊരു നിയമം കുറച്ച് നാൾ മുമ്പ് വരെ ഉണ്ടായിരുന്നു. സിവിൽ ഡ്യൂട്ടി എന്നാണ് പറയുക. രാജ്യത്തിന് അവരുടെ നിർബന്ധിത സേവനം കൊടുക്കുന്ന ഒരു രീതി. ആ രീതി ഇപ്പോൾ കുറച്ച് നാളായിട്ട് അത് നിർത്തലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വോളണ്ടറി ആണ്, വേണമെങ്കിൽ മാത്രം ഇങ്ങനെ ഒരു സേവനം ചെയ്താൽ മതി. സൈന്യത്തിൽ പോകാൻ താല്പര്യമില്ലാത്ത ആളുകളാണെങ്കിൽ അവർക്ക് മറ്റൊരു ഓപ്ഷനുണ്ട്. ഏതെങ്കിലും ഒരു സാമൂഹ്യ സ്ഥാപനങ്ങളിലോ, സ്കൂളിലോ, കിൻഡർ ഗാർട്ടനിലോ, ഓൾഡ് ഏജ് ഹോമിലോ ജോലി ചെയ്ത് കൊടുക്കുക. അതായിരുന്നു അതിനൊരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷനായിട്ട് വെച്ചിരുന്നത്. അപ്പോൾ നമ്മളെ രാജ്യം സംരക്ഷിക്കുമ്പോൾ രാജ്യത്തിന് അത് തിരിച്ചു കൊടുക്കുന്ന ഒരു രീതി കൂടിയുണ്ട്. അങ്ങനെ രാജ്യം പിതൃരാജ്യം എന്നാണ് പറയുന്നത്. ഇപ്പോൾ കുട്ടികളില്ലാത്ത ഒത്തിരി ആളുകളുണ്ട്. കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിക്കുന്ന വളരെയധികം ആളുകളുണ്ട്. ബർത്ത് റേറ്റ് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് പിതൃരാജ്യം എന്ന് പറയുന്ന ഈ ഒരു ജർമ്മനി പോലുള്ള രാജ്യങ്ങളിൽ ജനസംഖ്യ ഉണ്ടാകുന്നത് അവരുടെ കുട്ടികളാണ്, അവരുടെ സ്വത്താണ് ഈ ജനിക്കുന്ന കുട്ടികൾ. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളായ സ്വീഡൻ, ഡെൻമാർക്ക്, നോർവേ, ഈ രാജ്യങ്ങളെല്ലാം ഫാദർലാൻഡാണ്. അതുപോലെ സ്ലാവിഷ് ലാംഗ്വേജസ് സംസാരിക്കുന്ന രാജ്യങ്ങൾ, ഉദാഹരണത്തിന് റഷ്യ, പോളണ്ട്, ചെക്കോസ്ലോവാക്യ, ഇതെല്ലാം ഫാദർലാൻഡാണ്. അതുപോലെ നെതർലാൻഡ്സും ഫാദർലാൻഡ് തന്നെയാണ്. ഏഷ്യയിലെ മിക്കവാറും രാജ്യങ്ങൾ മദർ കൺട്രീസാണ് അല്ലെങ്കിൽ മാതൃരാജ്യമാണ്. എന്നാൽ അതിൽ ഒരു എക്സെപ്ഷൻ ഉള്ളത് ജപ്പാൻ, ചൈന, വിയറ്റ്നാം, ഈ 3 രാജ്യങ്ങൾ ഫാദർലാൻഡായിട്ട്, അത് അവരുടെ നിയമവും അവരുടെ പൂർവികരുടെ ചരിത്രവും അല്ലെങ്കിൽ പാരമ്പര്യവും കരുതിയിട്ടാവാം അതെല്ലാം ഫാദർലാൻഡായിട്ടാണ് കരുതുന്നത്. എന്നാൽ റൊമാനിക് ലാംഗ്വേജസ് സംസാരിക്കുന്ന രാജ്യങ്ങൾ, ഉദാഹരണത്തിന് ഇറ്റാലിയൻ, സ്പാനിഷ്, ഫ്രഞ്ച്, പോർച്ചുഗീസ്, ഈ ഭാഷകളെല്ലാം സംസാരിക്കുന്ന രാജ്യങ്ങൾ അതെല്ലാം ഫെമിനൈനാണ്, അതായത് മദർലാൻഡാണ്. അപ്പോൾ ഈ രാജ്യങ്ങളിൽ നിന്ന് സ്പെയിൻ അല്ലെങ്കിൽ ഫ്രാൻസ് അല്ലെങ്കിൽ പോർച്ചുഗൽ, ഈ രാജ്യങ്ങളിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള വളരെയധികം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് അർജൻറ്റീന, ബ്രസീൽ, പെറു, ബൊളീവിയ, ഇക്വഡോർ, അങ്ങനെ മെക്സിക്കോ, ഈ രാജ്യങ്ങളിലെല്ലാം ഒരു കാലത്ത് ഭരണം നടത്തിയിരുന്നത് സ്പാനിഷ് ഗവൺമെൻറ്റാണ്, അല്ലെങ്കിൽ ഫ്രാൻസിൻ്റെ ഗവൺമെൻറ്റാണ്, അല്ലെങ്കിൽ പോർച്ചുഗീസ് ഗവൺമെൻറ്റാണ്. അപ്പോൾ ആ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ എല്ലാം മദർലാൻഡ് എന്ന് പറയുന്നത്
ഈ സ്പെയിനും പോർച്ചുഗലും ഒക്കെ ആണെങ്കിലും ആ കോളനി രാജ്യങ്ങളിലെ അവരുടെ ഹിസ്റ്ററിയും സംസ്കാരവും അവരുടെ പൂർവികർ അവരുടെ ജന്മസ്ഥലം അതായതുകൊണ്ട് അവർ ഫാദർലാൻഡ് എന്ന് പറയുന്നത്. അതായത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ മദർലാൻഡ് ആണ് എന്നുള്ളത് വേണമെങ്കിൽ പറയാം. എന്നാൽ അതേപോലെ തന്നെ അവർ ഫാദർലാൻഡ് ആണെന്നുമാണ് അവിടെ ജനിച്ചു വളർന്നതുകൊണ്ട് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ജീവിക്കുന്നത് കൊണ്ട് അവർ ഫാദർലാൻഡ് ആണ്. അവരുടെ മദർലാൻഡ് എന്ന് പറയുന്നത് സ്പെയിനാണ്. മദർലാൻഡ് ഫാദർലാൻഡ് എന്ന് രണ്ടും കൺസിഡർ ചെയ്യുന്ന രാജ്യങ്ങളാണ് ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ. അതുപോലെ തന്നെയാണ് ബ്രിട്ടീഷ് കോളനികളായി വളരെയധികം രാജ്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ബ്രിട്ടനിൽ നിന്ന് കുടിയേറി പാർത്ത കുറേ ആളുകൾ അമേരിക്ക, കാനഡ, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ ഈ രാജ്യങ്ങളിൽ. അപ്പോൾ അവിടേക്ക് കുടിയേറി പാർത്ത ആളുകൾക്ക് വേണ്ടി ഇംഗ്ലണ്ട് മദർ ലാൻഡാണ്. പക്ഷേ ആ രാജ്യങ്ങൾ അതായത് കാനഡയും ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ എല്ലാം അവരെല്ലാവരും അവിടെ താമസിക്കുമ്പോൾ അവർ ഹോം ലാൻഡ് എന്നാണ് പറയുന്നത്, മദർലാൻഡ് എന്ന് അവർ പറയുന്നില്ല. അതുപോലെ തന്നെ ബ്രിട്ടീഷ് കോളനികൾ 56 കോളനി രാജ്യങ്ങൾ പിന്നീട് അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അവർ കോമൺവെൽത്ത് കൺട്രീസ് എന്നാണ് പറയുന്നത്. അവരുടെ മദർലാൻഡ് ഇംഗ്ലണ്ട് ആണെങ്കിലും അവർ കോമൺവെൽത്ത് കൺട്രീസ് എന്നാണ് പറയുന്നത്, അവർ മദർലാൻഡ് എന്ന് പറയുന്നില്ല. ന്യൂട്രലായിട്ട് ഹോം ലാൻഡ് എന്ന് പറയുന്ന കുറച്ച് രാജ്യങ്ങളുണ്ട്. അത് അമേരിക്ക, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, ഹംഗറി, കാനഡ ഈ രാജ്യങ്ങളെല്ലാം ന്യൂട്രലായിട്ട് ഹോം ലാൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും അല്ലെങ്കിൽ കാനഡയിലുമെല്ലാം അവിടെ വന്നിരിക്കുന്ന ആളുകൾ കുടിയേറി പാർത്ത ആളുകളാണ്. യൂറോപ്പിൽ നിന്ന് വന്ന കുടിയേറ്റക്കാരാണ് അവിടെ താമസിക്കുന്നതെങ്കിലും അവർ അവിടെ ഉണ്ടായിരുന്ന നേറ്റീവ് അമേരിക്കൻസ് അല്ലെങ്കിൽ നേറ്റീവ് മാവോരീസ് അല്ലെങ്കിൽ അബോർജിനീസ് അവരെയെല്ലാം വെച്ച് നോക്കുമ്പോൾ അത് അവരുടെ മാതൃരാജ്യമാണ്. പക്ഷേ വന്ന് താമസിക്കുന്ന ആളുകളുടെ ഭരണമാണ് കൂടുതലായിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് അവർ ഹോം ലാൻഡ് അല്ലെങ്കിൽ ന്യൂട്രലായിട്ടുള്ള ഒരു ലാൻഡായിട്ടാണ് ഈ രാജ്യങ്ങളെല്ലാം കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ അവരുടെ മദർലാൻഡ് എന്ന് വേണമെങ്കിൽ ബ്രിട്ടനെയോ അല്ലെങ്കിൽ ഫ്രഞ്ച് കോളനിയോ ഉള്ള രാജ്യം, ഇപ്പോൾ കാനഡയിൽ ഫ്രഞ്ച് കോളനി ഉള്ളത്, ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളെല്ലാം ഒരുപക്ഷെ ഇംഗ്ലണ്ടാണ് അവരുടെ മദർലാൻഡ് എന്ന് പറയാം. അല്ലെങ്കിൽ ഫ്രഞ്ച് കോളനികൾ വളരെയധികം ആഫ്രിക്കയിലുണ്ട്. സൗത്ത് അമേരിക്കയിൽ വളരെയധികം സ്പാനിഷ് കോളനികൾ അല്ലെങ്കിൽ പോർച്ചുഗലിൻ്റെ കോളനിയായിരുന്ന ബ്രസീൽ. അപ്പോൾ ആ രാജ്യങ്ങളുടെ എല്ലാം മദർലാൻഡ് അവരുടെ കോളനിയുടെ അടിസ്ഥാനത്തിൽ അവർക്കെല്ലാം മദർലാൻഡ് എന്ന് പറയുന്നത് ഫ്രാൻസോ അല്ലെങ്കിൽ സ്പെയിനോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടോ ആവാം. ഫാദർലാൻഡ്, മദർലാൻഡ് എന്ന് രണ്ട് പേരിലും അറിയപ്പെടുന്ന രാജ്യങ്ങളാണ് ഈ സ്പാനിഷ് കോളനികൾ, പ്രത്യേകിച്ച് സൗത്ത് അമേരിക്കൻ രാജ്യങ്ങൾ. ഒരു ഫാദർലാൻഡുമാണ് മദർലാൻഡുമാണ്. മിക്കവാറും എല്ലാ ആഫ്രിക്കൻ രാജ്യങ്ങളും തന്നെ ഇംഗ്ലണ്ടിൻ്റെയോ സ്പെയിൻ്റെയോ ഫ്രാൻസിൻ്റെയോ കോളനികളായിരുന്നെങ്കിലും അവയെല്ലാം തന്നെ മാതൃരാജ്യം അല്ലെങ്കിൽ മദർലാൻഡായിട്ടാണ് കരുതുന്നത്. അതുപോലെ തന്നെ ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ തന്നെ ബൊളീവിയ, ഇക്വഡോർ, പെറു ഈ രാജ്യങ്ങൾ അവരെല്ലാം ഫാദർലാൻഡ് പറയുന്നുണ്ടെങ്കിലും അവർ കൂടുതലായിട്ടും മദർ എർത്ത് എന്നാണ് പറയുന്നത്. അതായത് അമ്മ ഭൂമി അല്ലെങ്കിൽ മാതൃരാജ്യം, ഫെമിനൈൻ ആയിട്ടുള്ള, അതായത് പ്രകൃതിയാണ് നമ്മുടെ അമ്മ എന്ന് ചിന്തിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് ഇക്വഡോർ അല്ലെങ്കിൽ ബൊളീവിയ. പിന്നെ ഇനി ഇസ്രായേലിൻ്റെ കാര്യം പറയാം. ഇസ്രായേൽ എന്ന രാജ്യം ഫാദർലാൻഡോ മദർലാൻഡോ അല്ല. ഹീബ്രു എന്ന ഒരു ഭാഷയാണ് അവർ സംസാരിക്കുന്നത്. അത് ഫെമിനൈൻ ആണ്. അതുകൊണ്ട് അതിനെ വേണമെങ്കിൽ മദർലാൻഡ് എന്ന് പറയാം. പക്ഷെ അവർ ഹോം ലാൻഡ് എന്ന് പറയുന്നത് വളരെ ന്യൂട്രലായിട്ട് ഹോം ലാൻഡ് എന്നാണ് ഇസ്രായേലിലെ ആളുകൾ പറയുന്നത്. അവർ ശരിക്കും ലോകമെമ്പാടും ചിതറി ജീവിച്ച ഒരു യൂതന്മാരുടെ ഒരു പാരമ്പര്യം നമുക്കറിയാം. അവരുടെ ഹിസ്റ്ററിയിൽ അവർ പല രാജ്യങ്ങളിൽ നിന്ന് വന്ന മനുഷ്യരാണ്. അവർ അവിടെ വന്ന് കുടിയേറി പാർത്ത് ഇസ്രായേൽ അവരുടെ ഒരു രാജ്യമായിട്ട് അധികം നാളായിട്ടില്ല. അപ്പോൾ അവരുടെ ഫാദർലാൻഡ് എന്നോ മദർലാൻഡ് എന്നോ പറയുന്നില്ല, അവർ ന്യൂട്രലായിട്ട് ഹോം ലാൻഡ് എന്നാണ് പറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തുകൊണ്ടാണ് ഇസ്രായേലിനെ ഫാദർലാൻഡ് എന്ന് പറഞ്ഞതെന്നുള്ളതിന് കാരണം ആലോചിക്കുകയാണെങ്കിൽ, ഈ യൂതമതം എന്ന് പറയുന്നത് ആ മതത്തിൻ്റെ പൂർവികരായിട്ട് കരുതുന്നത് അബ്രഹാമാണ്. ക്രിസ്തു മതത്തിൻ്റെയും മുസ്ലിം മതത്തിൻ്റെയും ജൂത മതത്തിൻ്റെയും പൂർവ്വപിതാവ് എന്ന് പറയുന്നത് അബ്രഹാമാണ്. അപ്പോൾ അബ്രഹാമിക് റിലീജിയനാണ് ഇസ്രായേലിൽ കാണുന്നത്. അതുകൊണ്ട് സാധാരണ രീതിയിൽ ഒരു മതത്തിനും വിശ്വസിക്കുന്ന ആളുകളെ ആ വിശ്വാസത്തിൻ്റെ പേരിൽ അതിന് മദർലാൻഡ് ഫാദർലാൻഡ് എന്ന് പറയാറില്ല. പക്ഷേ ഇസ്രായേൽ ഒരു ഫാദർലാൻഡ് അല്ല, ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു രാജ്യമാണ്. ഇന്ത്യ മദർലാൻഡ് ആകുന്നത് മതത്തിൻ്റെ പേരിലല്ല, അതിൻ്റെ സംസ്കാരവും അതിൻ്റെ ചരിത്രവും കൊണ്ടാണ് മദർലാൻഡ് എന്ന് പറയുന്നത്. താങ്ക്